ശ്രീ കെ എം അഭിജിത്ത്. സർ, കോത്താരി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മകളെ സംരക്ഷിക്കാൻ ഒരുപടി റിപ്പോർട്ടുകൾ ഈ രാജ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തി കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അതിനൊക്കെ ഇല്ലാതാക്കിയാണ്. അപ്പോൾ നമുക്കറിയാം 21 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളെ ഇരുട്ടിൽ നിർത്തിയാണ് പരീക്ഷകളുടെ വിശ്വാസ്യത പോലും നഷ്ടപ്പെട്ട് നീറ്റ് പരീക്ഷ പോലും അട്ടിമറിക്കപ്പെടുന്ന കാഴ്ചയും കാണുന്നത്. സർ, അതിൻ്റെ തുടർച്ചയായിട്ടാണ് PM ശ്രീയും ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ കെടുത്താൻ കൊണ്ടുവന്ന ഈ പദ്ധതിയെ മറികടക്കാൻ സംസ്ഥാനത്തിൻ്റെ കൂടി അവകാശമായ വിദ്യാഭ്യാസത്തിൽ ഈ PM ശ്രീയെ മറികടക്കാൻ ഒരു കമ്മീഷനെ വെക്കാൻ നമ്മൾക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള എന്തെല്ലാം നടപടികൾ നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കും? മിനിസ്റ്റർ. സർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യമായും സംസ്ഥാനത്തിന് അതിൻ്റെ അവകാശമുണ്ട്. ഒരു സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ എന്തു പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ അഭിപ്രായത്തിന് പ്രാമുഖ്യം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ആ ദിശയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതുമാണ്.